പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട. ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. എനിക്ക് നല്ല കൈപ്പുണ്യ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാനിവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65 ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ. ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവന്റെ ഒരു സത്യം പറച്ചില്. തിന്നോ തിന്നോ, നന്നായിട്ട് തിന്നോ. നിന്റെ ഒടുക്കത്തെ അത്താഴാ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചേട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്ക. ചേർത്തിയേ, പൂവനോട് എന്താ ഒരു കിന്നാരം? സോഫി മോൾ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ ഒന്നും പറയണ്ട. എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു തിന്നാ. ഒരുത്തന്നെ അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്കുക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ. ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ടെന്ന് അയമുട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ. പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതോ മറ്റോ ആണെന്ന്. കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല. വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവൻ ഈ കുടുംബം വെളുപ്പിക്കേ. നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി 4 കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയായിരുന്നില്ലേ? ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടുണ്ടോ? ഉണ്ട്. ത്രിസന്ധ്യ ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യന് കൂട്ടിയതാന്ന് പറയും. കൊച്ചമ്മമാരെ അടുത്ത് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ. തഞ്ചത്തി നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാലും എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് ആൾ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? എന്നാടാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. വേണ്ട വേണ്ട, അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട. അയ്യോ, ആരെങ്കിലും എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി
അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ ഇപ്പൊ കിക്കിലിട്ടാ കുഴപ്പക്കാരി. ഓ എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ഇല്ല, ഇത് വച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ ഹൈ, മുത്തുക്കൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്കകത്ത് വെച്ചുതരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്ക്. ആ എന്നെ ആക്കിയതാ. ചേർത്തി എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഇത് ഒടുക്കലത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. കിക്കിലിയേ, ഏ? ചേർത്തി അതോടെ വെച്ച്. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഒമ്നേഴ്സേ, വെളച്ചില്ല എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം? അതെ, അവരുടെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ശവോ? ഇത് ചിക്കൻ കറി അല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നി ഞാൻ ഈദിയ മീനാണ്. ഭർത്താവേ, എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞു. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. എന്താ? അല്ല, ഓട്സും കൂടി എടുക്കട്ടേന്ന് ചോദിച്ചത്. ഉണ്ടോ? ഓ. ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. ഒരു ഒലക്കയിൽ അച്ഛനോട് ചോദിക്കണ്ട. ചേർത്തി വെള്ളം തിളച്ചോ? അയ്യോ ചൂടാവല്ലേ. ദേ തിളച്ച ആവി വരുന്നു, കണ്ടില്ലേ? കിക്കിലെടുത്തിയേ, എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? ദേ കൊച്ചിനെ നോക്കാൻ വന്ന ഒരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. ദേ, തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന് കേട്ടല്ലോ. എടി വേണ്ട, എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല. കാല് മണിക്കടിച്ച കൈ. അവളോട് മാത്രം ഉടക്കാൻ നിക്കണ്ട. ദേഷ്യം വന്നാ അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ളോ കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കളയാൻ കിക്കിലായിരുന്നു. പോരാണെന്ന്. എനിക്കാണെങ്കിൽ ദേഹം ആയിക്കില്ല. അയ്യോ ഗ്യാസ്. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തൂത്തി. അല്ല, മാത്തൂട്ടി. ആ ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവ. ഉള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. തള്ളേ, അതെല്ലാം പ്രാക്ടീസ്. യോഗാസന അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജർ.